ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 33ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അറിവിനെ വിധേയമാക്കുന്ന വിഷയം ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ചൈതന്യം പേറുന്ന ഒരു അറിവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ കിടന്ന് 7 തിരുവാക്യങ്ങളാണ് അരുളി ചെയ്തിട്ടുള്ളത്. ആ 7 തിരുവാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ കാണുന്നുവെന്നും ഏതൊക്കെയാണ് ആ തിരുവാക്യങ്ങളെന്നും നമ്മൾ ഇന്നത്തെ ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു. ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ 1ാമത്തെ തിരുവാക്യം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. ഈ വാചകം ക്ഷമയെയാണ് സൂചിപ്പിക്കുന്നത്. 2ാമത്തെ തിരുവാക്യമായിട്ട് നാം കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43ാമത്തെ തിരുവചനമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു വലതുവശത്തുള്ള കള്ളനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. രക്ഷയെ സൂചിപ്പിക്കുന്ന വചനമാണ് ഇത്. 3ാമത്തെ തിരുവാക്യമായിട്ട് നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26, 27 തിരുവചനങ്ങളാണ്. യേശു അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇവിടെ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. 4ാമത്തെ തിരുവാക്യമായിട്ട് നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28ാമത്തെ തിരുവചനത്തിലാണ്. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ക്ലേശത്തെയും ദുരിതത്തെയും സൂചിപ്പിക്കുകയാണ് ഇവിടെ. 5ാമത്തെ തിരുവാക്യമായിട്ട് നാം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 34ാമത്തെ തിരുവചനമാണ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലമാ സബക്താനി. അതായത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. 22ാമത്തെ സങ്കീർത്തനമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് അവസാന വിജയം ദൈവത്തിൻ്റെതായിരിക്കും, ദൈവത്തിൻ്റേത് മാത്രമായിരിക്കും എന്നതാണ്. 6ാമത്തെ തിരുവാക്യമായിട്ട് നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30ാമത്തെ തിരുവചനമാണ്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇത് വിജയത്തെ സൂചിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി വന്നുവോ അത് മുഴുവനുമായി പൂർത്തീകരിച്ചതിന് സംതൃപ്തി അവിടെ രേഖപ്പെടുത്തുകയാണ്. 7ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഈശോയുടെ കുരിശിലെ തിരുവാക്യം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46ാമത്തെ തിരുവചനമാണ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന വചനമാണിത്. പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കുചേർന്ന് വീണ്ടും ആ വിജയത്തെക്കുറിച്ച് സ്മരിക്കുകയാണ്. പിതാവിനോടൊപ്പം ചേർന്ന് എല്ലാ സാഹചര്യങ്ങളെയും വിജയമാക്കി പരിണമിപ്പിക്കാൻ കഴിയുമെന്ന്. ഈ 7 വാക്യങ്ങളാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ സ്മരണയിൽ പ്രത്യേകമായിട്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വചനങ്ങളായിട്ട് നാം മനസ്സിലാക്കേണ്ടത്.